2023 കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതിന് പിന്നിലെ പോരാട്ടവും പരിശ്രമവും അതിനായി വിയർപ്പൊഴുക്കിയതും തന്ത്രങ്ങൾ മെനഞ്ഞതും ഒരാളാണ്. അയാൾക്കായി ഒരു അധികാര കൈമാറ്റത്തിന് സമയമായിരിക്കുന്നു. കർണാടക കോൺഗ്രസിൽ DK ശിവകുമാറിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ സിദ്ധരാമയ്യ ഒഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചുവരുന്ന വാദമാണ് ഇത്. ചിലർ മുഖ്യമന്ത്രി പദം കണ്ണുവെച്ച് നടന്ന ഉപജാപമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികളുടെ കാരണമെന്ന് സിദ്ധരാമയ്യ പക്ഷം തിരിച്ചടിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തതോടെ പ്രശ്നപരിഹാര ശ്രമങ്ങളുമായി ഹൈക്കമാൻഡും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. കിട്ടിയ അവസരം മുതലാക്കി സർക്കാരിനെ താഴെ ഇറക്കാനാകുമോ എന്നതാണ് BJPയുടെ നോട്ടം. കർണാടക രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണോ? ഓപ്പറേഷൻ താമരയ്ക്ക് അവസരം കൊടുക്കുമോ കോൺഗ്രസ്? ആദ്യം RDX റാപ്പിലേക്ക്. കർണാടക കോൺഗ്രസ് സർക്കാരിൽ പ്രതിസന്ധി പുകയുകയാണ്. മുൻധാരണ പ്രകാരം സിദ്ധരാമയ്യ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശിവകുമാർ പക്ഷം ശക്തമാക്കുമ്പോൾ സിദ്ധരാമയ്യ ഒഴിയുന്നത് ചർച്ചയിലേ ഇല്ല എന്ന നിലപാടിലാണ് മറുപക്ഷം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാമായി നേതാക്കൾ കളത്തിലിറങ്ങിയതോടെ സമവായ നീക്കവുമായി ഹൈക്കമാൻഡും സജീവമായി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല 137 MLA-മാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഇതിനുശേഷമാകും ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ടാവുക. കോൺഗ്രസ് സർക്കാർ ഭരണത്തിലെത്തുമ്പോൾ ഉണ്ടാക്കിയ പ്രശ്നപരിഹാര ഫോർമുല പ്രകാരം സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ് അറിയാനുള്ളത്. മുഖ്യമന്ത്രി മാറിയാലും ഇല്ലെങ്കിലും സിദ്ധരാമയ്യ ശിവകുമാർ പക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് തീരുമാനം നടപ്പാക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലെ വെല്ലുവിളി. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നതോടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം BJPയും JDSും ശക്തമാക്കി. നിലവിലെ സാഹചര്യം മുതലെടുത്ത് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. കർണാടകയിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയാണ് മുതിർന്ന നേതാക്കളും MLA-മാരും രംഗത്ത് വന്നത്. ഭരണ സംവിധാനം പൂർണ്ണമായി തകർന്നെന്ന് രാജു കാഗെ MLA രാജ്യഭീഷണി മുഴക്കി. അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്നാണ് ആരോപണം. ബാഗൽകോട്ടിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വൈകുന്നത് ചോദ്യം ചെയ്ത് എക്സൈസ് മന്ത്രി RB തിമ്മാപുര രംഗത്തെത്തി. രാജീവ് ഗാന്ധി ഭവന കോർപ്പറേഷന് കീഴിൽ വീടുകൾ അനുവദിക്കാൻ ഭവന വകുപ്പ് കൈക്കൂലി വാങ്ങുന്നുവെന്നാണ് MLA BR പാട്ടീൽ ആരോപിച്ചത്. ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഭവന മന്ത്രി സമീർ അഹമ്മദ് ഖാൻ. സിദ്ധരാമയ്യെ മാറ്റുമോ എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ മുൻധാരണ പ്രകാരം സിദ്ധരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ശിവകുമാർ പക്ഷം പറയുന്നു, ആവശ്യപ്പെടുന്നു. അധികാര പങ്കിടൽ ധാരണ പ്രകാരം സിദ്ധരാമയ്യ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി സ്ഥാനം ശിവകുമാറിന് കൈമാറണം. 2023 ധാരണ പ്രകാരം ശിവകുമാർ ഉടൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തപ്പോൾ താനും ഡൽഹിയിൽ ഉണ്ടായിരുന്നെന്ന് ശിവകുമാർ അനുയായിയായ ഇക്ബാൽ ഹുസൈൻ വ്യക്തമാക്കി. സിദ്ധരാമയ്യ മാറില്ല എന്നാണ് ഒരു പക്ഷം പക്ഷേ പറയുന്നത്. നേതൃമാറ്റം ഹൈക്കമാൻഡ് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ പറഞ്ഞു. ചിലർ മുഖ്യമന്ത്രി പദം കണ്ണുവെച്ച് നടത്തുന്ന ഉപജാപം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രതിസന്ധിയെന്ന് യതീന്ദ്ര വ്യക്തമാക്കി. ശിവകുമാറിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന തരത്തിൽ സഹകരണ മന്ത്രി രാജണ്ണയുടെ പ്രസ്താവനയും ഇതോടൊപ്പം വന്നു. സെപ്റ്റംബർ കഴിഞ്ഞ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് രാജണ്ണ പരസ്യമായി തന്നെയും പറഞ്ഞു. 2013 മുതൽ 2018 വരെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കെ ഒരു ഭരണകേന്ദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധരാമയ്യക്ക് പാർട്ടിയെയും ഭരണത്തെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് രാജണ്ണ പറയുന്നു. മന്ത്രിസഭയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജാർക്കിഹോളി പറഞ്ഞു. RCB വിജയാഘോഷ ദുരന്തം ശിവകുമാറിന്റെ കഴിവില്ലായ്മ എന്ന വിമർശനവും സിദ്ധരാമയ്യ പക്ഷം സജീവമാക്കിയിട്ടുണ്ട്. MLA-മാരെ കേൾക്കാൻ ഇന്നു മുതൽ പാർട്ടി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല. ഒരു ദിവസം പരമാവധി 40 MLA-മാരെ കാണും. ഒരാൾക്ക് 20 മിനിറ്റ് അനുവദിക്കും. സുർജേവാലയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഹൈക്കമാൻഡിന്റെ തുടർ നടപടി. തുടർ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. MLA-മാരെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നം പരിഹരിക്കണം. പരസ്യ പ്രസ്താവന പാടില്ല എന്ന് സിദ്ധരാമയ്യയോട് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. ഭരണ നേതൃത്വം മാറുകയാണ് പോംവഴിയെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തൽ എന്നും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് സർക്കാർ തുടരും എന്നാണ്. കോൺഗ്രസ് സർക്കാർ 5 വർഷം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. ശിവകുമാറുമായി പ്രശ്നങ്ങളൊന്നുമില്ല, വിള്ളൽ സൃഷ്ടിക്കാനുള്ള മറ്റുള്ളവരുടെ ശ്രമം ശ്രദ്ധിക്കാറില്ല എന്നും അദ്ദേഹം സിദ്ധരാമയ്യ പറഞ്ഞതായിട്ട് കാണുന്നു. ഇവിടെ BJPക്കകത്ത് നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രശ്നമാണ് ചർച്ച ചെയ്തത്. അവിടെ പക്ഷേ സർക്കാരാണ് എന്ന് മാത്രമല്ല വളരെ ശക്തമായി പോരാടി നേടിയ ഒരു സർക്കാരിനകത്ത് അതിശക്തരായിട്ടിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു തർക്കം ഉണ്ടായിരിക്കുകയാണ്. കർണാടകത്തിലെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നോക്കിക്കോ, അവിടെ ജനതാദൾ ഭരിക്കുമ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം, അവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം, അവിടെ BJP ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അവിടെ ഈ അധികാര തർക്കങ്ങളും വടംവലികളും അഴിമതി ആരോപണങ്ങളും ഒക്കെ നമ്മൾ കേരളത്തിൽ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത വണ്ണമുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ നേരത്തെ ഇക്ബാൽ ഹുസൈൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞത് 200% DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പരസ്യമായി ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കേരളത്തിൽ കോൺഗ്രസിലും പോലും പ്രതീക്ഷിക്കാൻ
പറ്റില്ല. പണ്ട് കരുണാകരന്റെ സമയത്തൊക്കെ വലിയ ശക്തമായ ആരോപണങ്ങളുണ്ടല്ലോ, ഇതുപോലൊന്നും പറയത്തില്ല, ഇതുപോലെ ഒന്നും പറയില്ല. അത് പക്ഷേ എന്താ പ്രശ്നം എന്ന് അറിയാം ധനുഷേ, ഈ അഴിമതി ആരോപണങ്ങളും അതും നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത സംഗതികളാണ്. ഇപ്പോൾ ഈ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അഴിമതി ആരോപണം, അത് BM പാർവതി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് 14 പ്ലോട്ടുകൾ വളരെ നിസ്സാരമായി അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിലുണ്ടായിരിക്കുന്ന ഒരു ആരോപണം. അതുപോലെ കർണാടക മഹർഷി വാത്മീകി ഷെഡ്യൂൾ ട്രൈബ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ അഴിമതി ആരോപണം 187 കോടി രൂപയുടെ, എന്നിട്ടാണ് B നാഗേന്ദ്രൻ മന്ത്രി രാജിവെച്ചത്. അതുപോലെ ഹൗസിംഗ് അലോട്ട്മെന്റ് ആരോപണം നേരത്തെ സനീഷ് ഇവിടെ കാണിച്ചു, വീട് കൊടുക്കുന്നതിനകത്ത് വൻ അഴിമതി, ഇവിടുത്തെ ലൈഫ് പോലെയൊക്കെ വീടുകൾ കൊടുക്കുന്നതിനകത്ത്. അതുപോലെ മദ്യം ലിക്വർ സ്കാമും, അവിടെ 700 കോടിയുടെ ലിക്വർ സ്കാമാണ് ഇപ്പോൾ BJP ആരോപിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായ അഴിമതി ആരോപണങ്ങളുടെ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. പിന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കും തിരക്കും അടക്കമുള്ള പ്രശ്നങ്ങൾ കുറച്ച് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് സിദ്ധരാമയ്യ തിരിച്ച് സിദ്ധരാമയ്യ പക്ഷം DK ശിവകുമാറിനെയും ആരോപണത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തെ അവർ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ, കേരളവുമായിട്ടൊരു താരതമ്യമുണ്ട്. എല്ലാ കാര്യങ്ങൾ നടക്കുന്നില്ല, ഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് MLA മാർ രാജിവെക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒക്കെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ സാഹചര്യത്തിൽ 80,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്രം ഈ കർണാടകത്തിന് ചെയ്തിട്ടുള്ളതെന്നാണ് കർണാടക സർക്കാരിൻ്റെ ഒരു ആരോപണം. അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഈ കുഴപ്പങ്ങളിലേക്കും ഈ ചർച്ചകളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകകരമായ ഒരു സാഹചര്യം. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നായിരുന്നു. ഇപ്പോൾ അവിടെ കടയിൽ രണ്ടാളും കൂടെ മറ്റേ ഭരണിയിൽ ഇട്ടിട്ട് അങ്ങോട്ടും കൊണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പക്ഷേ ഒരു കാര്യം ഹർഷ ചേർക്കാനുള്ളത്, ഇവർ രണ്ടുപേർ തമ്മിൽ തർക്കിക്കുമ്പോൾ സാധാരണഗതിയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും രാജ്യത്ത് കുറേ കാലമായിട്ട് BJP ചാടി വീണിട്ട് ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കാണല്ലോ ചെയ്യുക. പക്ഷേ കർണാടകയിൽ അത് നടക്കില്ല. കാരണം രണ്ടുപേരും അതിശക്തരായുള്ള BJP വിരുദ്ധരാണ്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ശശി തരൂരിനെ പോലെ പേപ്പറിൽ പുസ്തകം എഴുതുന്ന BJP വിരുദ്ധതയല്ല, ഗ്രൗണ്ടിലെ ശിവകുമാർ ആണെങ്കിലും സിദ്ധരാമയ്യ ആണെങ്കിലും ആർക്കാണ് കൂടുതൽ BJP വിരുദ്ധ എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ. അതുകൊണ്ട് ഇതിനിടയിൽ ലാഭം ഉണ്ടാക്കളയാന്നുള്ള BJPയുടെ ചിന്ത അവിടെ നടക്കില്ലെന്ന് തോന്നുന്നു എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. 2023 വലിയ ആവേശത്തോടെയാണ് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വന്നത്. കോൺഗ്രസിന്റെ കിങ് മേക്കറായിരുന്ന DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ധാരണയുണ്ട് എന്ന വാർത്തകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഭരണം കിട്ടി 2 വർഷം തികയുന്നതോടെ DK ക്യാമ്പ് അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. അഴിമതി ആരോപണങ്ങളും വികസന മുരടിപ്പും ഉയർത്തി MLA മാർ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പടപ്പുറപ്പാട് നടത്താൻ പറ്റിയ സമയമെന്ന് കണക്കുകൂട്ടിയാണ് ഉപമുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചരടുവലികൾ എന്നറിയണം. അത് ഫലം കാണുമോ എന്ന് പക്ഷേ നമ്മൾ കാത്തിരുന്ന് കാണണം. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരിൽ കണ്ണും നട്ടിരിക്കുകയാണ് BJP. കുതിരക്കച്ചവടവും ഓപ്പറേഷൻ താമരയും റിസോർട്ട് രാഷ്ട്രീയമൊന്നും കർണാടകയിൽ പുത്തരിയല്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഇതോടെ ഇന്നത്തെ RDX ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.